നമസ്കാരം. ഉത്തർപ്രദേശിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. വിവാഹമോചിതയായ സ്വന്തം മകളെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ചേർന്ന് അവളുടെ സ്വന്തം വീട്ടിലേക്ക് ആഘോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. അവളുടെ വിവാഹം 2018 കഴിഞ്ഞത്. ഒരു സൈനികനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഭർത്തൃ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ അവൾ അനുഭവിച്ചു, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. ഒരു കുഞ്ഞുമുണ്ട്. ഈ പീഡനങ്ങളെ തുടർന്ന് സഹിക്കാൻ വയ്യാതെ നിവൃത്തിയില്ലാതെ വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് അവൾ എത്തുകയായിരുന്നു. അങ്ങനെ വിവാഹമോചിതയായ ദിവസമാണ് ഇത്രയും വലിയ ആഘോഷത്തോടെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെയൊക്കെ ടീഷർട്ടുകളിൽ എഴുതിയിരിക്കുന്നത് ഐ ലവ് മൈ ഡോട്ടർ എന്നാണ്. അവളുടെ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് മൈ ഫാമിലി മൈ ലൈഫ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹമോചന കേസുകൾ നടക്കാറുണ്ട്. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നാണക്കേടായിട്ടാണ് 98% കുടുംബങ്ങളും കരുതുന്നത്. എല്ലാവർക്കും വീട്ടിൽ വന്ന് പെൺമക്കൾ നിൽക്കുന്നത് വലിയൊരു അപമാനമാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം, എത്ര ദുരിതമാണെങ്കിലും അവിടെ പിടിച്ച് നിന്നോളണം. ഇനി മുതൽ അതാണ് നിന്റെ വീട്. നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നീ അത് സമാധാനപ്പെടില്ലേ, നീ അത് പരിഹരിച്ച് ഇവിടെ നിൽക്കില്ലേ, അതുപോലെ തന്നെ അവിടെയും നിന്നോളണം എന്നൊക്കെ പറഞ്ഞ് അനാവശ്യ പ്രോത്സാഹനങ്ങൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് കൊടുത്ത് അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അത്തരം വാർത്തകൾക്കിടയിൽ, അത്തരം വീർപ്പുമുട്ടലുകൾക്കിടയിൽ ആശ്വാസം പകരുന്ന, വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. അവൾക്ക് ഇപ്പോൾ തന്നെ ജീവിതം പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടിയ പ്രതീതിയായിരിക്കും. ഇത്രയും നാൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവളിൽ നിന്നും മാറിക്കാണും. കാരണം തന്നെ ഇത്രയും പിന്തുണയ്ക്കുന്ന ഒരു കുടുംബം തനിക്കുണ്ട്. താൻ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ താൻ അവർക്ക് ആരുമല്ല എന്നൊരു രീതിയിലാണ് പിന്നീട് വീട്ടുകാർ പെൺകുട്ടികളോട് പെരുമാറുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയല്ല. തങ്ങളുടെ എല്ലാമാണ് നീ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയെങ്കിലും നീ ഞങ്ങളുടേതല്ലാതാകുന്നില്ല. നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പമുണ്ട്, നീ എടുക്കുന്ന തീരുമാനത്തിനൊപ്പമുണ്ട്. നിന്റെ ജീവനേക്കാൾ വലുതൊന്നുമല്ല നിന്റെ ദാമ്പത്യ ജീവിതം എന്നുള്ള ഒരു സന്ദേശം കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ കൂടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാക്കുന്നതിൽ അതിൽ ഒരുപാട് കടപ്പാട് നമുക്ക് സമൂഹ മാധ്യമങ്ങളോടുമുണ്ട്. പലപ്പോഴും വിവാഹമോചിതരാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നീരസമാണ്, അല്ലെങ്കിൽ അവരുടെ അവഗണനയാണ്. പിന്നീട് തുടർന്ന് സ്വന്തം കുടുംബത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചടങ്ങിലൊക്കെ ഇവരെ ഇവരോടൊരു അവഗണന കാണിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൽ. പിന്നീട് എന്തോ ഒരു പ്രത്യേക അന്യഗ്രഹ ജീവിയെ കാണുന്നത് പോലെയാണ് വിവാഹമോചിതയായ സ്ത്രീ സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ അവളെ മറ്റുള്ളവർ കാണുന്നത്. ബന്ധുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അങ്ങനെ കാണരുത്. വിവാഹമോചനം എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പരമാവധി ഒരാൾ പിടിച്ചു നിൽക്കും. ഒരാൾക്ക് ഒരു കുടുംബജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളുമുണ്ട്, സന്തോഷങ്ങളുമുണ്ട് എങ്കിൽ ആരെങ്കിലും വിവാഹമോചനത്തിനെ കുറിച്ച് ചിന്തിക്കുമോ? അല്ലെങ്കിൽ അത്രത്തോളം മാനസിക വൈകല്യമുള്ള, എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള, സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളുള്ളവർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ. ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കി വിവാഹമോചനത്തിന് ശ്രമിക്കുന്നവരുണ്ട്. അത് വളരെ ചെറിയ ശതമാനമാണ്. ബാക്കി അത്രയും പേരും പരമാവധി ക്ഷമിച്ചതിനും സഹിച്ചതിനും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ഇതിനൊരുങ്ങുന്നത്. അപ്പോൾ അവര് ഒരു മരണത്തിലേക്ക് പോകാമെന്ന തീരുമാനം എടുക്കാതെ ജീവിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്, സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. അതിൽ വീട്ടുകാർക്കുള്ള പങ്ക് നിസ്സാരമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. പ്രത്യേകിച്ച് കേരളത്തിലെ മാതാപിതാക്കൾ നോക്കി വെക്കേണ്ട ഒരു വാർത്തയാണിത്, കാഴ്ചയാണിത്. സ്വന്തം അഭിമാനത്തിന് പ്രാധാന്യം കൊടുത്ത് മക്കളെ കൊല്ലാൻ വിടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇനി എന്ത് സംഭവിച്ചാലും അവളുടെ വിധി എന്ന് നമ്മൾ കരുതിക്കോളാം, നമുക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് നമ്മളങ്ങ് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. എല്ലാവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാരണവശാൽ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ജീവൻ ഒടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹമോചനത്തിനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിൽ. പ്രണീതയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒരു സൈന്യം പോലെ അവർ കോടതിക്ക് മുന്നിൽ അണിനിരന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാണ്. എന്തൊരു സംതൃപ്തിയും സന്തോഷവും സമാധാനവുമായിരിക്കും സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ ഈ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ളത്. ഒരു വിവാഹ ദിവസം അവളെ രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കും. അവൾ പോകുമ്പോൾ രണ്ടിറ്റ് കണ്ണുനീരൊക്കെ വീഴ്ത്തും. അവളെ യാത്ര പറഞ്ഞ് അയക്കുമ്പോൾ അതാണ് ഇനി നിന്റെ വീട് എന്ന് പറഞ്ഞ് അങ്ങ് വിടും. പിന്നെ അവിടെയാണ് അവളുടെ ജീവിതവും മരണവും.
അവളെല്ലാം അനുഭവിച്ചു കൊള്ളണം ഒറ്റയ്ക്ക്. എന്തെങ്കിലും വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ നീ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാലോ, രണ്ട് വീട്ടിൽ നിന്ന് വന്ന ആളുകളല്ലേ, അപ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര അഡ്ജസ്റ്റ് ചെയ്യും? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി തന്നെ സ്വന്തം വീട്ടുകാരോടും പിന്നീടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ സ്ത്രീകൾക്ക് ബോധ്യമാകുന്നതോടെയാണ് അവർ ജീവൻ ഒടുക്കാം എന്നൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ പുരുഷന്റെ വശം കൂടി സംസാരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ചില പെൺകുട്ടികൾ മനഃപൂർവ്വം ചില വിഷയങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കി അത് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കി എനിക്ക് വിവാഹമോചനം വേണം എന്ന് ശഠിക്കാറുണ്ട്. വളരെ ചെറിയ ശതമാനമാണെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് ആളുകളെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളെങ്കിലും അങ്ങനെയുള്ളവരുമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ രാജകുമാരിയെ പോലെയാണ് കഴിഞ്ഞത്, ഇവിടെ എനിക്ക് അതിനുള്ള സാഹചര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ജോലിയൊന്നും ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ഇവിടെയും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും ഞാനൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തിട്ടില്ല, പിന്നാണോ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ല വന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, പെൺകുട്ടികൾ പതിവായിട്ട് പറഞ്ഞു വരുന്ന ഡയലോഗാണ്, ഞാനിവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളൊന്ന് വൃത്തിയാക്കിയാൽ, നമ്മൾ കിടക്കുന്ന ഇടം, നമ്മൾ പാചകം ചെയ്യുന്ന ഇടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയോ ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ അതിനർത്ഥം താൻ അവിടുത്തെ വേലക്കാരിയായി പോയി എന്ന ചിന്ത സ്ത്രീകൾക്ക് പാടില്ല. ഒരാളെ കൊണ്ട് ഒരു വീട്ടിലെ എല്ലാ പണിയും എടുപ്പിച്ച് അവരെ ഒരു മൃഗത്തിനെ പോലെ പരിഗണിക്കുന്ന അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ചായ നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നു, വീട്ടിൽ ഒരാൾ കൂടിയുണ്ട്, അയാൾക്ക് കൂടി ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുന്നതിനർത്ഥം നമ്മളെ വേലക്കാരിയായിട്ട് അവർ കാണുന്നു എന്നല്ല. അതൊരു കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയത്തില്ലേ? അപ്പോൾ എല്ലാവരും ഒരു സന്തോഷം ഒരുമിച്ച് പങ്കിടുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടായാൽ അതും ഒരുപോലെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ സമ്പത്ത് ഉള്ള അവസ്ഥയിലുമൊക്കെ ഒരേപോലെ നിന്ന് ജീവിതം ആസ്വദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിനെ ഒരു കുടുംബം എന്ന് വിളിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 വഴിക്കാണ്. ഒരാൾ അവർക്ക് വേണ്ട ആഹാരം മാത്രം ഉണ്ടാക്കി കഴിക്കും, മറ്റേ ആൾ അടുത്ത് ചെന്ന് ആഹാരം ഉണ്ടാക്കണം. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കില്ല, ഓരോരുത്തർ അവരവരുടെ ബെഡ്റൂമുകളിൽ പോയിരുന്ന് കഴിക്കുന്നു. അതിനെയൊക്കെ ഒരു കുടുംബം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കുറേ ബന്ധുക്കൾ ഒന്നിച്ച് താമസിക്കുന്നു എന്നതിനർത്ഥം അതൊരു കുടുംബമാണെന്നല്ല. അവിടെ ഒരു ഇമ്പം ഉണ്ടാകണം, ഓരോരുത്തരും തമ്മിൽ ഒരു വൈകാരികമായ അടുപ്പം ഉണ്ടാകണം. മറ്റൊരു വീട്ടിൽ നിന്നും മറ്റൊരു നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി പുതിയതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവൾ ഇവിടുത്തെ നമ്മുടെ ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം, അല്ലെങ്കിൽ അവൾ വേറെ ഒരിടത്ത് വേറൊരു സംസ്കാരത്തിൽ വേറൊരു രീതിയിൽ ജീവിച്ചു വന്നവളാണ്. അതിനുള്ള സമയം അവൾക്ക് കൊടുക്കണം, അതിനുള്ള പക്വത അവൾക്കാകാൻ വേണ്ടി നമ്മളും ഒന്ന് ക്ഷമിക്കണം, സാവകാശം കൊടുക്കണമെന്ന് വീട്ടിലുള്ളവരും വിചാരിക്കണം. ഈ വന്നു കയറുന്ന ഇടം പുതിയതാണ്, ഇവരൊക്കെ വേറെ രീതിയിൽ ജീവിച്ചവരാണ്, അല്ലെങ്കിൽ മറ്റൊരു ശീലമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്, ഇവരുമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്കും കഴിയുമ്പോഴാണ് ഇതൊരു കുടുംബമാകുന്നത്, കുടുംബജീവിതമാകുന്നത്, ഇതിനൊരർത്ഥമുണ്ടാകുന്നത് എന്ന് വന്നു കയറുന്ന പെൺകുട്ടിയും വിചാരിക്കണം. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ഇമ്പം ഉണ്ടാകുന്നു, അതൊരു കുടുംബമാകുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാഴ്ച നമുക്ക് പ്രതീക്ഷ തരുന്നതാണ്, ആശ്വാസം തരുന്നതാണ്, സന്തോഷവും സമാധാനവും പകരുന്നതാണ്. കാരണം വിവാഹ ജീവിതങ്ങളെല്ലാം വിജയകരമാകണം എന്നില്ല, ഒരുപാടിടങ്ങളിൽ പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയപ്പെടുന്നവർക്കും തുടർന്ന് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ തുടർന്ന് അവളുടെ സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവളൊരു അന്യഗ്രഹ ജീവിയെ പോലെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടവളല്ല, മറ്റാരാലും തുറിച്ചു നോക്കപ്പെടേണ്ടവളല്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ ഒരു സംഭവം നമുക്ക് മുന്നിൽ വിവരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു വാർത്ത കണ്ടപ്പോൾ, ഈ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുമോ?